നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികൾക്കും ജാമ്യമില്ല. ജീവൻ, നന്ദു, ഷൈജു എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പരിശോധന നടത്തി. അവർ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു, അതായത് ആദ്യം വളരെ സമാധാനമായി നടന്നിരുന്ന പ്രതിഷേധം വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറിയത് ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു, വാഹനം തല്ലി തകർക്കുന്നു, ചില്ലുകൾ പൊട്ടിക്കുന്നു, ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർമാർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷം അരങ്ങേറിയ സംഭവത്തിലാണ് ഇപ്പോൾ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയും കല്ലും മരക്കഷ്ണങ്ങളും ഉപയോഗിച്ച് ഇഡി വാഹനങ്ങളുടെ ചില്ലുകൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. ഈ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത് ഏറ്റവും നിർണായകമായി മാറുകയാണ്. നേരത്തെ 6-ാം പ്രതി കിരൺ, 8-ാം പ്രതി ഷഫീഖ്, 17-ാം പ്രതി വൈശാഖ് എന്നിവരുടെ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. നിയമപ്രകാരമുള്ള വാറന്റുമായി പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നാണ് APP മനു കല്ലമ്പള്ളി വാദിച്ചത്. CRPF ഉദ്യോഗസ്ഥരെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാതെ പ്രതികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇഡി ഉദ്യോഗസ്ഥരടക്കം 6 പേർക്ക് ആക്രമണത്തിൽ പരിക്കുപറ്റി. ഈ ദൃശ്യങ്ങൾ മുഴുവൻ ജനങ്ങൾ ലൈവായി കാണുകയായിരുന്നു. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും തുടരന്വേഷണത്തിന് കസ്റ്റഡി ആവശ്യമില്ലെന്നും പ്രതിഭാഗം വാദിച്ചതാണ്. തകർക്കപ്പെട്ടത് സ്വകാര്യ വാഹനങ്ങളാണെന്നും പൊതുമുതൽ നശീകരണ നിയമം നിലനിൽക്കില്ലെന്നുമായിരുന്നു പ്രതിഭാഗം അഭിഭാഷകർ വ്യക്തമാക്കിയത്. മുറിവുകൾ മാരകമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസ് ഹാജരാക്കിയിട്ടില്ല. ഇതുമൂലം വധശ്രമ കുറ്റം നിലനിൽക്കില്ല. പരിക്കേറ്റ ഇഡി ഉദ്യോഗസ്ഥൻ തെലങ്കാന സ്വദേശിയാണ്. ഇവന്മാരെ കൊല്ലട എന്ന് പ്രതികൾ പറഞ്ഞതായും മൊഴി നൽകിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ ഒരു വിഷയത്തിൽ വാദിച്ചത് ഇവർ താഴെത്തട്ടിലുള്ളവർ മാത്രമല്ല പ്രതികൾ, ഇവർക്ക് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയ നേതാക്കന്മാരുണ്ട്, അവരെയും പിടികൂടണം, ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മുകൾ തട്ടിലേക്ക് കൂടി അന്വേഷണം പോകണം എന്ന ഒരു നിലപാടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചത്. മാത്രമല്ല പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തിയത്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും റിപ്പോർട്ട് തേടിയിരുന്നു. എന്തായാലും അന്ന് നടന്ന ആ ഒരു ആക്രമണ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. നല്ല പണി മൂന്ന് വണ്ടി ഹലോ എവിടെ
ED അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരുടെ വാഹനമടക്കം ഇടിച്ചു തകർത്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്ന കാറിന്റെ മുൻഭാഗം അടക്കം തകർത്തുകൊണ്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ED അല്ല മറ്റാര് അന്വേഷണത്തിന് വന്നാലും ഇതായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു ഭീഷണി അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മുദ്രാവാക്യം ഇന്ന് രാവിലെ മുതൽ തന്നെ സഖാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ്, MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നിരവധി CPM നേതാക്കന്മാരുടെ, മുതിർന്ന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇന്നിവിടെ പ്രതിഷേധം ഉണ്ടായത്. പ്രതിഷേധം എന്ന് പറയുമ്പോൾ അന്വേഷണത്തിനെത്തിയ ED ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇതിനിടയിൽ സഖാക്കന്മാർ ഓരോരുത്തരും പല ഭാഗത്തു നിന്നായിട്ട് കൂടി വരികയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വാഹനത്തിൽ പോകുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇനിയും എത്തുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് പ്രതിഷേധം. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ മിക്കവരും പോയി കഴിഞ്ഞിട്ടും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. വീണ്ടും മുദ്രാവാക്യങ്ങളും ഭീഷണികളും ഒക്കെ ആയിട്ട് തുടരുകയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. EDയുടെ വാഹനം അതിനെ മുൻഭാഗം അടക്കം തകർന്ന സാഹചര്യം, പോലീസുകാർക്ക് ആക്രമണം ഏറ്റിട്ടുണ്ട്. അതിലുള്ള ED ഉദ്യോഗസ്ഥരുടെ നിരവധി പേർക്ക് ഇപ്പോൾ ഉപദ്രവം ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ED പിണറായിയുടെ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഭീഷണി എന്നുള്ള തരത്തിലാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത്. എന്തായാലും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള തീരുമാനത്തിലാണ് ഇന്ന് ED മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം പലയിടങ്ങളിലേക്കും അന്വേഷണങ്ങൾ വ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് റെയ്ഡ് എന്നുള്ള രീതിയിൽ എത്തിയത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മോദിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്, മോദി ഗൂഢാലോചനയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നമ്മൾ